ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങളിന്ന് കൊല്ലത്ത് മണ്ണാറശാല എന്ന് പറഞ്ഞ അമ്പലത്തിൽ പോയി കുറച്ച് ഇവിടെ ഞങ്ങൾ റെഡിയാണ്. ഒരു കഥ പറയാൻ കിടക്കും പട്ടിക്കുട്ടികൾക്ക് പറഞ്ഞു. സമയം ഇപ്പോൾ 6 മണി. അമ്മ പറഞ്ഞ് വേഗം ഇറങ്ങണമെന്ന് പറഞ്ഞു. ഫോണിൻ്റെ കവർ ഇവിടെ. ഞങ്ങളിങ്ങനെ പോവാണ്. ഞാനെപ്പോൾ ഇറങ്ങിയാലും അമ്മയുടെ വഴക്ക് കേൾക്കാതെ ഒരു ദിവസം ഇറങ്ങാറില്ല. അതാണ് അമ്മയുടെ കൂടെ എവിടെ ഇറങ്ങിയാലും ഞങ്ങൾ ലേറ്റാണ്. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഇതാണ്. ലൈക്ക് പെട്ടെന്ന് പോകണമെന്നല്ല, ലൈക്ക് നേരത്തെ ഇറങ്ങണം, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റൂ. അങ്ങനെ പതിയെ സംസാരിക്കണേ പ്ലീസ്. അതുകൊണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളും. നിങ്ങൾക്ക് എന്നെ കിടക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്തായാലും ഇനി പോട്ടെ. എന്തായാലും കൊള്ളാം. ഇത് ഞാൻ പുതിയ എൻ്റെ ഡ്രസ്സാണിത്. ഇതിൻ്റെ ബ്ലാക്ക് എൻ്റെ അനിയത്തെ മേടിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ മാച്ച് കളർ ഡിഫറെൻറ്റ്, സെയിം ചെറിയ വ്യത്യാസമുണ്ട്. എൻ്റെ ഈ ഡ്രസ്സും അവളുടെ ആ ഡ്രസ്സും നമ്മുടെ ഇതൊക്കെ ഉണ്ട്. കുറേ നല്ല ലൂസാണ്. ഞാൻ എത്തട്ടെ. ഇവിടെ ലേറ്റ് ആയിട്ട് ഇറങ്ങിയതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. Sorry guys, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. In 300 meters, turn right onto Kasavadasapuram, Vanyaramudu Road, MC Road. അവർ പോരാളി 300 മീറ്റർ പോയിട്ട് റൈറ്റ്. ഇവന്മാര് കള്ളത്തനം പറയുമോ അടിമക്കളെ? ഇല്ല, അത് തെറ്റിയ അമ്മ എന്തോ മണ്ടത്തനം കാണിച്ചത്. Dasapuram, Vanyaramudu Road, MC Road. MC റോഡിൽ കയറി റൈറ്റ് അല്ലേ? Continue on Kasavadasapuram, Vanyaramudu Road for 7 kilometers. ഞാൻ ഉള്ളിവട പറഞ്ഞു. ചായ പറഞ്ഞ വിശന്ന് കണ്ണും കാണാൻ പാടില്ലെന്ന് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു. ഇപ്പോൾ ഹോട്ടലിൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ എടുക്കോ വീഡിയോ പിടി എന്നെ ഒന്ന് കാണിക്കും. കൊള്ളാമോ? ഞാൻ തന്നെ കാണിച്ചു തരേ. ഭയങ്കര വെയിലാണ്. ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇപ്പം തന്നെ ഭയങ്കര വെയിൽ. കണ്ണുറക്കാൻ പറ്റില്ല. അമ്മയും മോള്. അതെ, അമ്മയും. എന്തൊക്കെയാ മേടിച്ചു കൂട്ടുന്നത്? നീ പറയണൊന്നും ഇങ്ങനെ കേൾക്കാൻ പറ്റുമല്ലോ. എന്തോ എനിക്ക് ഫോട്ടോഷൂട്ട്. എല്ലാവരും പോകും. ഗാലറിയിൽ ഫില്ലാണ്.
ഗൈസൊക്കെ ഒരു ഫോട്ടോഗ്രാഫർ ആയിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫറായി ഗൈസ്. ഫോട്ടോഗ്രാഫർ അഹല്യ KG ഒക്കെ കാണിച്ചു തരാം ഗൈസ്. ഫോട്ടോ എടുക്കുന്ന അഹല്യ KG. ഫാൻസായി ഇനി വീഡിയോ എടുക്കണില്ല എന്നുള്ള അല്ല. അത് അക്കയ്ക്ക് ഇപ്പോൾ ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്ത് കൊടുത്തപ്പോഴുള്ള സന്തോഷത്തിലൊക്കെ എന്താണ് പറയാനുള്ളത്? പറ. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓണർ ഇൻട്രോ വിട്ടാണ് ഗൈസ്. അത് തന്നെ നാളെ എനിക്ക് തിരിച്ചു കിട്ടും. എനിക്ക് അവിടെ ആമ എടുക്കുന്നില്ലേ പോയി? ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എന്റെ സ്വന്തം ചേച്ചിക്ക് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ എന്നെ ആരും എടുക്കുന്നില്ല, എന്നെ എല്ലാവരും മാറ്റി നിർത്തി. വീഡിയോ എടുത്ത് കൊടുക്കുക കാര്യമില്ലെന്നാണ് അക്കടെ കംപ്ലൈന്റ് എന്നെ. അപ്പം ഈ ഫോൺ ഇത്ര സൂമാണ്. ഇതിലെന്ത് ഭംഗി. ഞാൻ ബാക്ക് ക്യാമിൽ ഫോട്ടോ എടുക്കാൻ എല്ലാവരും ബാക്ക് ക്യാമറയ്ക്ക് കൊള്ളൂല കഴിച്ച് എല്ലാവരും വല്ലപ്പോഴും ക്ലിക്കായ നല്ല സെറ്റ് ഫോട്ടോ. ഫ്ലക്സിങ് ഓൺ ക്യാമറ. ചിലപ്പോൾ ക്യാമറയിൽ എടുക്കാൻ സെറ്റ്. ആമക്കൊള്ളാൻ പോയി എടുത്തിട്ടാ ഒരാളുടെ ആമ വന്നപ്പോൾ തൊട്ട് ആമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ആമയെ പോയി എടുക്കാം. ആമയെ പോയി വീഡിയോ എടുക്കാം. നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാൻ കഴിയും. ദേവും പാറവും ആമയെന്ന് വിചാരിച്ചെന്ന് പ്രതീക്ഷിച്ചിരുന്നു. വന്നില്ല. നമ്മളിനി പോയി. അവരുണ്ടായിരുന്നു കുറേ എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. അല്ലല്ല റോസ്റ്റാൻ കിട്ടിയേനെ. അത് ശരിയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ തമാശ ഉണ്ടായിരുന്നേനെ. പക്ഷേ അവരില്ലാത്തത് കൊണ്ട് തമാശ പോയി വരും. താഴ്ത്തുനിന്ന് പൊക്കുന്നു. അത് വീഡിയോ എപ്പോഴും ഒരു ആംഗിളിൽ എടുത്താൽ കാണാൻ സുഖമില്ല. നീ തലയുടെ പാതിയെ എടുക്കണുള്ളൂ. അത് ഇത്രയും മൂയിക്കണം. ഇത് ഫോണിൻ്റെ ഇത്രയും സൂം പോകുള്ളൂ. അത് ഓഫ് ചെയ്യാം. ശരിയാ ഗൈസ്. തിരിച്ച് എവിടെ വീട്ടിലാ? അങ്ങോട്ട് നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നമുക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ ഗൈസ്. ഫോട്ടോ ഈ അക്ക അത്ര ശരിയല്ല. നിക്കില്ല ആൾക്കാർ പോയിട്ട് ഒന്നും നടക്കൂല. ഞാൻ ആരുടെയും കൂടെയും കൈ പിടിച്ച് ഇങ്ങനെ നടക്കൂല. എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനെ നടക്കണം. പക്ഷെ നിൻ്റെ കൂടെ ഞാൻ കൈ പിടിച്ച് നടക്കും. തട്ടി മുട്ടി നടക്കും. ഇവിടെ കയറിയിരിക്കണ എത്ര നേരം കൊണ്ട് അവിടെ എനിക്കറിയ എന്ത് രണ്ടും കൂടെ കുത്തി കൊലപാതകം. അമ്മ എന്തിനിപ്പോ അവിടെ എണീറ്റ്? അയ്യോ രണ്ടും കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിയാവും. ഗതികേട് കൊണ്ട് അവിടെ എണീറ്റ് രണ്ടും കൂടെ അടി ഉണ്ടാക്കി ഭ്രാന്ത് പിടിക്കുന്നത്. നീ തലഭ്രാന്ത് അല്ലെങ്കിലേ ഭ്രാന്ത് എന്നെ വരെ വിളിച്ചു തുടങ്ങി. അവളുടെ സൗന്ദര്യം നമ്മള് കടയിൽ പോകണം. അവിടെ കിടന്ന് അടിയായിരുന്നു. അവിടെ വരണില്ല. അമ്മ അവിടെ ഇരിക്കണം. എനിക്ക് വെള്ളം കുടിക്കണം. മൊബൈൽ ആരെങ്കിലും വെച്ച് കുടിച്ചോ? എനിക്ക് കുടിക്കാം. ഞാനും കുടിച്ചില്ല വെള്ളം. കുടി പിടിക്കൂ ആദ്യം അമ്മ. ഓ അമ്മയ്ക്കത് ഞാൻ ഇത് പൊളിച്ചെങ്കിലുണ്ടോ? ഞാൻ ഈ തലങ്കണ്ണം വീട്ടിച്ചു. നല്ല രസമില്ലേ? പല കളർ.
നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നു. ചിലപ്പോൾ അമ്മമ്മയുടെ വീട്ടിൽ കയറും. അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ടാണ്. വെയിലാണ്, എനിക്ക് കാണാൻ പറ്റില്ല. വി ആർ ലീവിങ് ഗൈസ്. നമ്മൾ അമ്മമ്മയുടെ വീട്ടിലോട്ട് പോകുന്നു. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. അതാണ് പ്ലാൻ. അപ്പം അവിടെ ചെല്ലുമ്പോൾ കാണാം. നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ, അച്ഛൻ്റെ വീടാണ്. ഞങ്ങൾ അല്ലുവിന് സ്നാക്സ് വാങ്ങിച്ചു. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നു, വീട്ടിലാരും ഇല്ലെങ്കിൽ ആ വാങ്ങിച്ച സ്നാക്സ് വാങ്ങും. നമ്മളും പിള്ളേരാണ്. വലിയ ആൾക്കാർ നടന്നു പോകുന്നു. അകത്തേറെ കല്ലുമാണ്. ഈ വിശക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നൂഡിൽസ് വാങ്ങിച്ച് പോയിരുന്നു കഴിക്കട്ടെ ഉണ്ടാക്കി. ഞങ്ങളിപ്പോൾ പുറത്തോട്ട് പോയി. അല്ല സോ അല്ലു തുടങ്ങിയ കളി. ആര് വാങ്ങിച്ചെന്ന് അല്ലുവേ? അലുസിന് ആര് വാങ്ങിച്ചെന്ന് തോക്ക്? പറ യൂട്യൂബ് ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ഇത് ഇന്നലെ നാളെ നീളെ ഇയാളാരാ ഇത്ര പോലും ഇല്ലല്ലോടാ. ആ അല്ലുവിനെ വെടിവെച്ച്. ഹലോ ഹായ്. After a long time no see. തിരിച്ചു കൊടുക്കരുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് അറിയാൻ തോന്നടാ. എവിടെ സാധനം? എവിടെ അതെവിടെ പോയി എടുത്തിട്ടോ? പോകുന്നു. എങ്ങോട്ടാ? സൂക്ഷി. ബൈ. ഞാൻ നൂഡിൽസ് കഴിക്കാൻ പോകണം. ഓക്കെ മതി ഗൈസ്. നൂഡിൽസും വാട്ടർമെല്ലാം ഒരുമിച്ച് കഴിക്കുന്ന ഒരു വ്യക്തി. കള്ളക്കളി പിടിച്ച് അവിടെ അല്ലു കരയുവാണ് നമ്മൾ പോകുന്നതുകൊണ്ട്. കണ്ടേ അല്ലു വീടിനകത്തിരിക്കുക. ഞങ്ങൾ എത്ര റീലെടുക്കുമായിരുന്നു. ഞങ്ങൾ കോളേജിൽ നിന്ന് എവിടെയായിട്ട് നമ്മൾ വെച്ചിരിക്കണം കേട്ടോ. എവിടെയോ വെച്ച് അമ്പലത്തിൽ വെച്ച് എടുക്കാൻ നിന്നയാ. പക്ഷെ അവിടെ നടന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എടുത്തു. ശരിയായെന്ന് തോന്നുന്നു. എന്തായാലും നേരെ വീട്ടിലോട്ട് പോകണം. നീ കരയാതെ നമ്മളിവിടെ പറഞ്ഞ നോക്ക് ഗൈസ്. ഒടുക്കത്തെ കരച്ചില്ലു. പോട്ട് മക്കളെ, നിനക്ക് അങ്ങനെ ചേച്ചോ കങ്ങനെ നിന്നാ മതി അവന്. പോട്ടെ അമ്മ. ഗൈസ് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ മോനിയമ്മൻ്റെ വീട്ടിൽ. പിന്നെ എവിടെ പോയാലും അമ്മമ്മയുടെ. അമ്മമ്മ വലിയ ആളാണ്. ഞാൻ പറയുന്നത് ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് പോവാം. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇവിടുമാരെയും വിളിച്ചോട്ട് വേണം പോവാൻ. ആരുമില്ല. ഞാൻ അമ്മമ്മ എനിക്കല്ല ആരോടാ സംസാരിക്കുന്നത്? ആരാ എനിക്കല്ലേ അറിയോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന്. അപ്പം ഇങ്ങോട്ട് വന്നത് ഇവളുമായിട്ട് റെഡി ആയിട്ടില്ല കള്ളികൾ. ഇനി നമ്മൾ വന്ന് പറ ഇനി റെഡി ആയിപ്പിക്കണം. ഇറങ്ങണം, കഴിക്കാൻ പോകണം. നാളെ കഴിഞ്ഞാൽ ഞാൻ പോവും. ഇന്റേൺഷിപ്പ് ഗൈസ്. അത് കഴിക്കാൻ പോകുമ്പോൾ കാണും അല്ലേ ഇവളുമാർ റെഡി ആയിട്ട് ഞാൻ ഞങ്ങൾ രണ്ടൊരു പിങ്ക് ഇപ്പം കാണാം. പിങ്ക് അവർ രണ്ടുപേരും ബ്ലാക്ക് പിങ്ക് ഇൻ യുവർ ഏരിയ. എൻ്റെ അടി കിടക്കുന്ന ലെഗിൻസ് പാൻറ്
ആ ഇവിടെ മതി, നല്ല ഭംഗിയില്ലേ? അപ്പോ നമ്മൾ 3 പേര് പിങ്ക്. അതെ നമുക്ക് രണ്ടുപേർക്കും ഒരേ അമ്മക്ക് ലിപ്സ്റ്റിക് വേണമായിരുന്നു. അയ്യോ എനിക്കുള്ള ലിപ്സ്റ്റിക്കൊക്കെ മതി മക്കളെ. അവരിപ്പോ കാറും അവിടെ എവിടെയോ ഒതുക്കിയിട്ടേക്കും. അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് നമുക്ക് വെട്ട ഒട്ടും ഇല്ലാത്തോണ്ട് കണ്ണനെ പറ്റില്ല. അവരിപ്പോ വരും. ഞാനിനി അടുത്ത ഡിസംബറിൽ ഇവിടെ കഴിക്കും. പോയി കഴിഞ്ഞാൽ പോയതാ, ആ വഴി പോയത് കാണത്തില്ല സത്യം പറഞ്ഞ. ആ എവിടെ കണ്ടുകൂടാ ഞാൻ. ഇപ്പൊ ഇങ്ങനെ അടുത്ത ഡിസംബറിൽ ഇങ്ങനെ കാണാം. കണ്ട അടുത്ത ഡിസംബറിൽ ഞാൻ കാണിച്ചുതരാം. അത് ഇരുട്ടത്ത് വെച്ച തുടങ്ങും. നാളെ നിങ്ങൾ അങ്ങോട്ട് വരുമല്ലേ? പറഞ്ഞില്ലേ? ഓ വൈകിട്ട് എത്ര വൈകിട്ട്? ഓ ഒരു 6:30 നീ ഇപ്പുറത്ത് നടാ, എന്നാ എനിക്ക് ക്യാമറ വരും. എന്തോ ആ വണ്ടി ഒതുക്കിയിട്ടിങ്ങനെ വണ്ടിയാണ്. നമുക്ക് ക്രോസ് ചെയ്താലോ? എന്തേന് അതാന്ന് തോന്നുന്നു. അത് തന്നെ നമ്മൾ അവിടെ വെച്ചാണ് നമ്മളൊരു പൂച്ചനെ കണ്ടത്. ഇപ്പൊ കാണാൻ അമ്മ ഒതുങ്ങി എന്റെ പുണ്യ അത് കുറച്ചാണ്. അത് തന്നെ അതാ വണ്ടി പറഞ്ഞ സൂക്ഷിച്ച്. അതിലാണെങ്കിൽ പെട്ടെന്ന് കുഴപ്പമില്ല. ബെൽറ്റൊക്കെ ഇട്ടാ, ബെൽറ്റ് ഷീറ്റൊക്കെ അമ്മയ്ക്ക് ഇടാനുണ്ട്. അവള് മോനി അവിടെ വരും. ലൊക്കേഷൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ലൊക്കേഷൻ നമ്മളങ്ങനെ ഇടുന്നത്. അവിടെ ചെന്നിട്ട് സ്ഥലം അവിടെ ആരെങ്കിലും ചോദിച്ചാൽ സ്ഥലമാണെന്ന് അത് പറഞ്ഞു കൊടുക്കണം. മോനിപ്പോ അവിടെ വെച്ച് കാണുമല്ലോ. നമ്മളെ കൂടെ അതിനാ തലങ്ങണ നടുക്കോട്ട് വീടി കണ്ടാ വെട്ടം വീണത്. ക്ലോസപ്പ് ചിരികള്. എല്ലാരും വന്നാ തൊട്ടപ്പുറത്താ ഇതാ ഇത്ര എടുത്താ. ഇപ്പൊ അവിടെ അല്ല, 29-ാം തീയതി തൊട്ടാണ് അവിടെ. ഇപ്പൊ ദേവു സേ ഹായ്. ഈ ക്യാമറ നോക്ക്, ഇവിടെ ഇല്ല ക്യാമറ. ആഹാ നീ ഇവിടെ നോക്ക്. എവിടെ പോണേ? ഫുഡ് കഴിക്കാൻ പോണം. ഞാൻ പോകുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? വിഷമമുണ്ടോ ഞാൻ പോകുന്നതില്? എടി കള്ളികളോ, ഒറ്റ വിഷമം കാണില്ല. ആർക്കറിയാം മിസ് ചെയ്യോ? ഇവിടെ അടുത്ത് മിണ്ടാണ്ടിരിക്കണോ? നീ എന്താ ചിറ്റോണ്ടിരിക്കണേ? പറയൂ. ഒന്നും പറയാനില്ല. 9 മാസം 9 months 9 ശരിയാ 11 മാസം തികയില്ല തോന്നി. ബിക്കോസ് ഞാൻ ഈ ജനുവരി ഫുള്ള് ഇവിടെ ഇല്ലേ നിന്ന്. ജനുവരി പോയില്ലേ? അല്ല ഇനി 11 മാസം. അപ്പം നമ്മളിനി കാണോ ഓടിയെന്ന് ഇപ്പൊ കാണാമോ? നീ എന്തെങ്കിലും പെട്ടായി തന്നെ വെച്ചേക്കുന്നു. ഇവിടെ വാ. ടാറ്റാ. അതെ ഇന്ന ക്യാമറ വന്നത് തന്നെ അറിഞ്ഞൂടാ. ചപ്പാത്തി ആയിട്ട് ഒരു പണി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതെല്ലാരും.
പോയില്ലെന്നോ എന്ന് സമാധാനിക്കുക. ഇങ്ങനെ പോയി ഞങ്ങൾ വീടെത്തി ഗൈസ്. ഞാൻ വന്ന് നല്ല തളർന്നു, സത്യം തളർന്നെന്നില്ല, ക്ഷീണം. രാവിലെ ഇറങ്ങിയത് പിന്നെ ഇപ്പോഴല്ലേ കയറുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇപ്പോൾ വീട്ടിൽ കയറിയുള്ളൂ. ഇപ്പോൾ ടൈം ഒരു 9:54, 10 മണിയാകുമ്പോൾ. ഇനി നേരെ ഫ്രഷാകണം, കിടന്നുറങ്ങണം. ഇതാണ് ഇങ്ങനെയുള്ള ജോബ്. അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ദിവസം. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയായിരുന്നു, ഫുള്ളുണ്ടായിരുന്നു. അപ്പം അത്രയ്ക്കുള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ. If you like it, please like, share, subscribe my channel. Thank you for supporting me.